ദളപതി വിജയുടെ അവസാന ചിത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനനായകന് വീണ്ടും തിരിച്ചടികൾ നേരിടുന്നു. ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് അനിശ്ചിതത്വത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ OTT ഭീമന്മാരായ ആമസോൺ പ്രൈം വീഡിയോ ചിത്രവുമായി കരാറിൽ നിന്ന് പിന്മാറി. വിജയിയുടെ ഏറ്റവും പുതിയ ചിത്രം ജനനായകൻ റിലീസ് പ്രതിസന്ധിയിലാണ്. ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ നിലനിൽക്കെ ചിത്രം വീണ്ടും തിരിച്ചടി നേരിടുകയാണ്. ആമസോൺ പ്രൈം വീഡിയോ ചിത്രത്തിനായുള്ള OTT കരാർ പിൻവലിച്ചതായി റിപ്പോർട്ടുകൾ. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം തുടക്കത്തിൽ ഏകദേശം 120 കോടി രൂപയ്ക്ക് ഡിജിറ്റൽ അവകാശികൾ സ്വന്തമാക്കിയിരുന്നു. എന്നിരുന്നാലും ചിത്രം ഇപ്പോൾ സെൻസർ സർട്ടിഫിക്കേഷൻ നേടുമെന്നും തിയേറ്ററുകളിൽ എത്തുമെന്നും വ്യക്തതയില്ലാത്തതിനാലാണ് കരാർ റദ്ദാക്കിയതെന്ന് പറയപ്പെടുന്നു. സെൻസിറ്റീവ് സ്വഭാവമുള്ളതായി കരുതപ്പെടുന്ന ചില രംഗങ്ങൾക്കെതിരെ ബോർഡ് എതിർപ്പ് ഉന്നയിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ചിത്രം ഇപ്പോൾ CBFCയുടെ റിവൈസിംഗ് കമ്മിറ്റിക്ക് റഫർ ചെയ്തിരിക്കുകയാണ്. റിവൈസിംഗ് കമ്മിറ്റിയുടെ ഒരു സ്ക്രീനിംഗ് മാർച്ച് 9 നിശ്ചയിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കമ്മിറ്റി അംഗത്തിന് അസുഖം വന്നതിനാൽ അവസാന നിമിഷം അത് റദ്ദാക്കി. ഇത് അവലോകന പ്രക്രിയ കൂടുതൽ വൈകിപ്പിച്ചു. S. വിനോദ് സംവിധാനം ചെയ്ത KVN പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ജനനായകനിൽ വിജയ്, മമിത ബൈജു, പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, ഗൗതം വാസുദേവ് മേനോൻ, പ്രകാശ് രാജ, പ്രിയാമണി, നരേൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം ജനുവരി 9 റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് മുതൽ നിരവധി തടസ്സങ്ങളാണ് നേരിടുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.